നമുക്ക് നമ്മുടെ ചെമ്പൂത്ര പൂരം കാണാൻ പോയാലോ? ചെമ്പൂത്ര പൂരം കാണാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം വൈകുന്നേരമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും പൂരം തുടങ്ങിയെങ്കിലും ഞങ്ങൾ ആമൂസും ഭയങ്കര തിരക്കും പൊടിയൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആക്ച്വലി ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു വൈകുന്നേരം 7:30 ആയി. അങ്ങനെ നമുക്ക് ഇവിടേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ടികളൊന്നും കടത്തി വിടില്ല. അതായത് നമ്മൾ അടുത്തുള്ളൊരു പമ്പിൽ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്ത്. അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നടക്കാനുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വന്ന അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പോഴേക്കും ചെണ്ടമേളോ ആനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വഴിയിലൊക്കെ നെറ്റിപ്പട്ടം വെച്ച ആനകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകഴിഞ്ഞ് നമ്മൾ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഓരോ ദേശക്കാരുടെ ആന പോകുമ്പോൾ ആമൂസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആമൂസിനെ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വൈദ വേദി നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞത് ഈ ചെറിയൊരു ചെണ്ടമേളം അതുപോലെ തന്നെ പിന്നെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെമ്പൂത്ര പൂരം കാണാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലവും വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ കേബിളിൻ്റെ കണക്ഷൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചീനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചു. അതുകഴിഞ്ഞിട്ട് നമ്മൾ ആമൂസിൻ്റെ ടോയ്സ് വാങ്ങാൻ വേണ്ടി പോവാണ്. പൂരവും പെരുന്നാളെന്ന് പറഞ്ഞാൽ ടോയ്സ് ഉണ്ടെങ്കിലും ചുമ്മാ വാങ്ങും. പക്ഷേ ആമൂസിന് അങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നുമില്ല കേട്ടോ. അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും പറയാറില്ല. നമ്മളെ കാണിച്ചു തരും ഇത് അല്ലാണ്ട് വേണമെന്നൊന്നും പറയില്ല. പിന്നെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൈഡിൽ പിക്കുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാരും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ റൈഡിൽ കയറാനായിട്ട്. പിക്കുവിന് പക്ഷേ എവിടെ ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഹൈദരാബാദിൽ പോയ സമയത്താണെങ്കിലും റൈഡിൽ ജോബ് ചാണനും പിക്കുവാണ് ഇപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നത്. ജോബ് ചാണനും പിന്നെ അതുപോലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ലേറ്റായി. അപ്പോൾ ആൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ജോബും ചാണനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയെന്നാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിൽ കുറേയൊക്കെ വരച്ച് അമ്പലത്തിൽ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് തെയ്യാണോ എന്താണോ എന്നറിയില്ല. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ പോയി നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൗണിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു ഒരു 5 മണി നേരത്ത് വീട്ടിലേക്ക് ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കരുതി കുറച്ച് തിരക്ക് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകാൻ കേട്ടോ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ആമൂസിന് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആമൂസിന് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് കപ്പലണ്ടിയും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സാധനം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ച് നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വെച്ചോടത്തേക്ക് നടക്കണം കേട്ടോ. വയ്യാണ്ടായി ശരിക്കും പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന സമയത്ത് വണ്ടിയൊക്കെ കടത്തി വിടുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബ്ലോക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പമ്പിൽ വണ്ടിയിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു ടാസ്ക്കായി. ഇത് വേദന നമ്മൾ തിരിച്ച് നടന്നു പോവാണ്. അങ്ങനെ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.